SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ CPIM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ വെള്ളാപ്പള്ളി നടേശന് 2 തോണിയിൽ കാലുവെക്കുന്ന നിലപാടാണ്. SNDPയുടെയും നവോത്ഥാന സമിതിയുടെയും തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും സംഘപരിവാറിനൊപ്പമാണ്. ഈ ബഹുമുഖ വേഷം കേരളീയ സമൂഹം തിരിച്ചറിയണമെന്നും P. ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെ 2 തോണിയിൽ കാല് വെക്കുന്നത് അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക, പിന്നെയോ മകനെ BDSന്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. സംഗതി മനസ്സിലായല്ലോ. ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സ്, വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ അത് പരസ്യമായി തന്നെ ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു CPIM നേതാക്കളൊക്കെയും, അല്ലേ? തീർച്ചയായും. ഇത് നേരത്തെ നമുക്കറിയാം, P. ജയരാജൻ എഴുതിയ ഒരു സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകം നേരത്തെ അതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. അതായത് അദ്ദേഹം ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് BJP അതിലൊരു വിവാദം ഉയർത്തുന്നു. അതിന് അദ്ദേഹം മറുപടി നൽകിയത് ഈ പുസ്തകത്തിന്റെ രചനയുടെ ഭാഗമായാണ് അദ്ദേഹം അവിടെ എത്തിയതെന്നുള്ളതാണ്. ഇന്ന് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സാംസ്കാരിക വിഭാഗമായ രചന ഈ പുസ്തകത്തെ സംബന്ധിച്ചൊരു പ്രഭാഷണം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രഭാഷണത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയാണ് P. ജയരാജൻ നൽകുന്നത്. അതായത് ഈ ഹൈന്ദവ ശക്തികളെ എങ്ങനെ തിരിച്ചറിയാം, അവരുടെ ഇടപെടൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അതിന് അദ്ദേഹം ഉദാഹരിച്ചതാണ് വെള്ളാപ്പള്ളി നടേശനെ. വെള്ളാപ്പള്ളി നടേശൻ 2 തോണിയിൽ കാലുവെക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. SNDPയുടെയും നവോത്ഥാന സമിതിയുടെ, അതായത് മുൻ സർക്കാരിന്റെ കാലത്തെ പ്രധാനപ്പെട്ട ഒരു രൂപമായ നവോത്ഥാന സമിതിയുടെ തലപ്പത്തും വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നു. അതേസമയം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ BDJS എന്ന പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്നു. അത് സംഘപരിവാറിനൊപ്പമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും സമാനമായി തന്നെ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങുന്നു. സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട വേദികളിലടക്കം അദ്ദേഹത്തിന്റെ ഭാര്യയും പങ്കെടുക്കുന്നു. ഈ ബഹുമുഖ വേഷം കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് P. ജയരാജന്റെ രൂക്ഷ വിമർശനം. വെള്ളാപ്പള്ളിക്ക് ബഹുമുഖ വേഷം എന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലും വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമൊക്കെ ഇത് തന്നെയായിരുന്നു. വെള്ളാപ്പള്ളി വലിയ വിവാദപരമായ പരാമർശങ്ങൾ നടത്തുമ്പോഴും പക്ഷേ ഈ നിലയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇപ്പോൾ CPM ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗങ്ങളിലൊക്കെ വെള്ളാപ്പള്ളിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ അതിരൂക്ഷമായി നിലപാടെടുക്കണം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തിയെന്നുള്ള വാർത്തകൾ കൂടി വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? അസിത, തീർച്ചയായും അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അതാണ്. CPM തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടി അവരുടെ നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ചേരുകയാണ്. അതിൽ അവരുടെ ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് വർഗീയതയ്ക്കെതിരെ വെള്ളാപ്പള്ളി സ്വീകരിച്ച, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരെ സ്വീകരിച്ച നിലപാടിൽ അതിലൊരു കൃത്യത ഉണ്ടായിരുന്നില്ല. അതിന് സംസ്ഥാന നേതാക്കൾ കൃത്യമായി വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകിയില്ല തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങളടക്കം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പിന്നാലെയാണ് പാർട്ടിയിലെ തന്നെ CPMന്റെ സംസ്ഥാന സമിതി അംഗത്തിന്റെ ഭാഗത്ത് ഈ തുറന്ന വിമർശനം വരുന്നത് എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. അതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. ശ്രീനാരായണ ദർശനത്തിനെതിരായ നിലപാടാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നവർ സ്വീകരിക്കുന്നതെന്ന് P. ജയരാജനെ പോലെ CPMന്റെ സമുന്നത നേതാവ് പറയുമ്പോൾ അതിൽ CPM തുടർന്ന് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നിലപാട് അതെന്താണ് എന്ന് വ്യക്തമാവുകയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ അലക്സ, വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് പൊതുവേദിയിൽ P. ജയരാജന്റെ പ്രതികരണം എന്നതുകൂടിയാണ് ശ്രദ്ധേയമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.